കഴിഞ്ഞ ഫെബ്രുവരിയിൽ കൊല്ലപ്പെട്ട ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനയുടെ സംസ്കാര ചടങ്ങുകളിൽ ഏകദേശം 2 കോടിയോളം പേർ പങ്കെടുത്തുവെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ആ വലിയ ജനസഞ്ചയത്തിനിടയിലും ഒരാളുടെ അസാന്നിധ്യമാണ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത്. പിതാവിന്റെ പിൻഗാമിയായി ഇറാന്റെ പരമോന്നത നേതൃസ്ഥാനം ഏറ്റെടുത്ത മുജ്തബ ഖാംനെയി ആ ചടങ്ങിലുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഈ അസാന്നിധ്യമാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങിനെ ചുറ്റിപ്പറ്റിയുള്ള ഏറ്റവും വലിയ ചർച്ചാ വിഷയം. അലി ഖാംനെയി കൊല്ലപ്പെട്ട ആക്രമണത്തിൽ മുജ്തബയ്ക്കും പരിക്കേറ്റതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പരിക്ക് ഭേദപ്പെട്ടുവെന്ന തരത്തിലും വാർത്തകൾ പ്രചരിച്ചിരുന്നു. അങ്ങനെയിരിക്കെ എന്തുകൊണ്ടാണ് പിതാവിന്റെ സംസ്കാര ചടങ്ങുകളിൽ നിലവിലെ പരമോന്നത നേതാവ് പങ്കെടുക്കാതിരുന്നത്? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇറാന്റെ പരമോന്നത നേതാവായ ശേഷം രാജ്യത്തിന്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുപരിപാടികളിൽ ഒന്നിൽ പോലും മുജ്തബ ഖാംനെയി പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അപ്പോഴും പിതാവിന്റെ സംസ്കാര ചടങ്ങിലേക്ക് അദ്ദേഹം എത്തിയേക്കുമെന്നായിരുന്നു പൊതുവെയുള്ള ധാരണ. എന്നാൽ അതുമുണ്ടായില്ല. വിവിധ രാജ്യങ്ങളിൽ നിന്ന് നിരവധി പ്രമുഖർ ഉൾപ്പെടെ ഇറാനിലേക്ക് ഒഴുകിയെത്തിയപ്പോഴും മുജ്തബ ഖാംനെയി എവിടെയെന്നതായിരുന്നു ലോകം തിരഞ്ഞത്. ഇറാനുമായുള്ള യുദ്ധത്തിന്റെ ആദ്യ ദിവസം ഇസ്രായേലും അമേരിക്കയും നടത്തിയ വ്യോമാക്രമണത്തിലാണ് ആയത്തുള്ള അലി ഖാംനെയി കൊല്ലപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ആരംഭിച്ചത്. വെള്ളിയാഴ്ച മൃതദേഹങ്ങൾ പൊതുദർശനത്തിനായി തെഹ്റാനിലെ ഗ്രാൻഡ് മുസല്ലയിൽ എത്തിച്ചിരുന്നു. ഒരാഴ്ചയാണ് ചടങ്ങുകൾ നീണ്ടു നിൽക്കുക. ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ, പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ ഖാലിബാഫ്, നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരും ഒമാൻ, ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. കൂടാതെ ഖാംനെയുടെ മറ്റ് 3 മക്കളായ മുസ്തഫ, മെയ്സം, മസൂദ് എന്നിവരുടെ സാന്നിധ്യവും ചടങ്ങിലുണ്ടായിരുന്നു. എന്നാൽ ആദ്യം പറഞ്ഞതുപോലെ ഒരാൾ മാത്രം അവിടെ ഉണ്ടായിരുന്നില്ല. ഔദ്യോഗിക ചിത്രങ്ങളിലോ ദൃശ്യങ്ങളിലോ ഒരിടത്തും മുജ്തബ ഖാംനെയെ കാണാൻ കഴിഞ്ഞിട്ടില്ല. മുൻ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ട അതേ ആക്രമണത്തിൽ മുജ്തബ ഖാംനെയ്ക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നുവെന്നാണ് റോയിട്ടേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ മുഖത്തിനും കാലുകൾക്കും സാരമായ പരിക്കുണ്ടെന്നായിരുന്നു വിവരം. ഇതൊന്നും ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അദ്ദേഹം പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെടാത്തതിന് കാരണം ഇതാണെന്ന് കരുതപ്പെടുന്നു. അദ്ദേഹത്തിന്റെ അസാന്നിധ്യം സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത നിരവധി ഇറാനികളെ നിരാശരാക്കിയെന്നും പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുജ്തബ ഖാംനെയുടെ സാന്നിധ്യം സംസ്കാര ചടങ്ങുകളുടെ അവസാന നിമിഷം വരെയും പ്രതീക്ഷിച്ചിരുന്നതായി ആളുകൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ആയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാര ചടങ്ങ് ഇറാനെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു മതപരമായ ചടങ്ങ് മാത്രമല്ല, ഇറാന്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ സംഭവം കൂടിയായിരുന്നു. ലോകത്തിനു മുന്നിൽ തങ്ങളുടെ കരുത്തും ചെറുത്തുനിൽപ്പുമെല്ലാം പ്രകടമാക്കുന്ന വേദി. അവിടെ നിന്നാണ് ഇറാന്റെ നിലവിലെ നേതാവ് വിട്ടുനിന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. മുജ്തബ ഖാംനെയി എന്തുകൊണ്ട് വിട്ടുനിൽക്കുന്നു എന്നതിന് ഇതുവരെയും ഔദ്യോഗിക വിശദീകരണമൊന്നും ഉണ്ടായിട്ടില്ല. ഈ അസാന്നിധ്യത്തിന് കാരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെയുള്ള പരിക്കുകളാണോ അതോ എന്തെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങളാണോ എന്നതിലും വ്യക്തതയില്ല. ഏതായാലും അതറിയും വരെ നിലവിലുയരുന്ന ചോദ്യങ്ങൾക്ക് ഒരു അവസാനമുണ്ടായേക്കില്ല. അതേസമയം ഇറാനിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സംസ്കാര ചടങ്ങുകൾ തുടരുകയാണ്. ടെഹ്റാനിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് ശേഷം ഖാംനെയുടെ ഭൗതിക ശരീരം ഖോമിലേക്കും പിന്നീട് ഷിയ പുണ്യനഗരങ്ങളായ ഇറാഖിലെ നജഫിലേക്കും കർബലയിലേക്കും കൊണ്ടുപോകും. തുടർന്ന് മഷ്ഹദിൽ സംസ്കരിക്കുന്നതിനായി ഇറാനിലേക്ക് തന്നെ തിരികെ എത്തിക്കും. അധികാരികൾ കൂടുതൽ വലിയ പൊതുഘോഷയാത്രകൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഇതിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ.